ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാമ്പ് ചെയ്തത് ഇവിടെയാണ്. ഇത് ഞാൻ എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയൊരു ചെറിയൊരു ഏറുമാടത്തിൻ്റെ സെറ്റപ്പാണ്. എന്താണെന്ന് വെച്ചാൽ മലയോര ഭാഗങ്ങളിലോട്ടൊക്കെ വന്നിട്ട് ടെൻ്റൊക്കെ അടിച്ച് നിലത്ത് ടെൻ്റൊക്കെ അടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ വന്നിട്ട് കാട്ടുപന്നി ചാമ്പിയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളുണ്ടാക്കിയ ചെറിയൊരു ഏറുമാട സെറ്റപ്പാണ് ഇത്. ഇതിൻ്റെ വീഡിയോ കാണാത്തവർ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി കാണുക. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ റൂഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മാത്രമാണ്. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വലിച്ചു കിട്ടിയത് അത്ര ടൈറ്റൊന്നും ആയിരുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടോ, ഈ ഇഴകൾ തമ്മിൽ കുറച്ച് അകലം കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചില ഭാഗങ്ങളിൽ മൂലകളിലൊക്കെ കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് പനയോല വെട്ടി നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് പ്ലാസ്റ്റിക് വിരിക്കാം. അപ്പം നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള, കാറ്റത്തൊന്നും പറന്നു പോകാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ മഴ പെയ്യുമ്പോഴേക്കും ഭയങ്കര സൗണ്ടാണ്, പടപടാന്നുള്ള സൗണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അതേപോലെ നമുക്കിന്ന് കുക്ക് ചെയ്ത് കഴിക്കാം. കുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പം എനിക്ക് 2 സംഭവം കിട്ടിയിട്ടുണ്ട്. 2 പാവക്കൂണ് ഈ വർഷം ആദ്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പം പാവക്കൂണ് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നമുക്ക് നാളെ രാവിലെ പോവാം. അപ്പം അടുത്തത് നമുക്ക് പനയുടെ കൈ വെട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോവാം. ഇതാണ് എനിക്ക് കിട്ടിയ 2 പാവക്കൂണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് മുളച്ച് വെപ്പുണ്ട് കേട്ടോ. ഇത് ഈ മരപ്പട്ടിയൊക്കെ തിന്നിട്ട് ഇതിൻ്റെ ഈ കുരുകളൊക്കെ വന്നിട്ട് ഇവിടെ വീഴുന്നതുകൊണ്ട് ഇത് ഒരുപാട് ഇതുണ്ട്. ഇത് കൂട്ടമായിട്ട് മുളയ്ക്കാൻ കാരണം അതാണ്. ഇതുണ്ട്, ഒരുപാടെണ്ണം കൂട്ടമായിട്ട് ഇരിക്കുന്നത് ഈ മരപ്പട്ടി കാഷ്ടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ കുരുകളാണ്. നമുക്കിത് ഒരെണ്ണം വെട്ടാം. ഇതിൻ്റെ ഒരു കൈ എന്ന് പറയുകയാണെങ്കിൽ നല്ല നീളം കിട്ടും. ഇത്രയും നീളത്തിൽ. അപ്പോൾ ഞാനിത് കുറേ എണ്ണം വെട്ടിയെടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ പനയുടെ കൈയൊക്കെ സംഘടിപ്പിച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് റൂഫായിട്ട് ഇത് നിരത്താൻ വേണ്ടി നോക്കാം. അങ്ങനെ ഞാനെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു ലെയർ പനയുടെ ഓല വെച്ച് കുറച്ചൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല അല്ലേ. പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി 1-2 മണിക്കൂർ പണിയായിരുന്നു. അപ്പം നമുക്കിനി അടുത്തത് നമ്മുടെ കൂണൊന്ന് ശരിയാക്കി വെക്കാം. കൂണ് നമ്മൾക്ക് ക്ലീൻ ചെയ്ത് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ തേച്ചിട്ട് അവനെ വെള്ളത്തിലിട്ട് വെക്കാം. ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായി. ഇതിൻ്റെ മണ്ണൊക്കെ അങ്ങ് ചുരണ്ടി കളഞ്ഞാൽ മതി. എന്നിട്ട് തല ഇതുണ്ടോ ഇതേപോലെ ഇങ്ങ് ഒടിക്കുക. പിന്നെ മോൾ ഭാഗം ഒടിച്ചിട്ട് ഇത് ചെറിയ പീസ് ഇങ്ങനെ ആക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ പൊളിച്ചങ്ങ് കളയുക. കണ്ടോ, ഞാനിപ്പോൾ 2 കൂണും പീസാക്കി നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു നല്ല വെളുപ്പില്ല കേട്ടോ. നല്ല മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ, നല്ല മഴക്കാലത്ത് ഉണ്ടാകുന്ന കൂണാണെങ്കിൽ നല്ല വെളുപ്പ് കളറായിരിക്കും. എന്തായാലും ഇടി മുഴങ്ങുന്നുണ്ട്. നമുക്കിതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂണ് നമ്മൾ ഉപയോഗിക്കുമ്പം പ്രത്യേകിച്ച് നമുക്ക് ഈ പുറത്തുനിന്നൊക്കെ കിട്ടുന്ന ഇതുപോലെ കിട്ടുന്ന കൂണുകൾ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. അതിനുശേഷം വേണം നമ്മൾക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി. മഴേനെ ആരും കുറ്റം പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ടൊന്നും വരത്തില്ല. ഇന്നിനി എന്തായാലും മഴയൊന്നും പെയ്യുന്നു തോന്നുന്നില്ല. അപ്പം നമുക്കിന്ന് രാത്രിയിൽ കൂൺ ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കാം. അപ്പം ഞാൻ ഈ ചായയൊക്കെ കുടിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം നിങ്ങൾ ക്യാമ്പൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കയ്യിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഷോർട്ട്സും അതേപോലെ തന്നെ ടീഷർട്ട് പരുവത്തിലുള്ള ബനിയൻ ടൈപ്പിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ കരുതണം. ഇപ്പോൾ തന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നല്ല രീതിയിൽ വേർത്തു. ഇപ്പോൾ കുളിക്കാനൊന്നും താഴെ എന്തോ തോട് പരുവത്തിൽ എന്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ പോകാൻ തന്നെ പേടിയാവുന്നുണ്ട്. അപ്പം കുളിയൊന്നും നടക്കത്തൊന്നുമില്ല. അപ്പം നമ്മളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരിക്കണം. അപ്പം നിങ്ങൾ വരുമ്പോഴല്ല, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ പക്ക പ്ലാൻ ചെയ്ത് വേണം പോകാൻ വേണ്ടി. ഒരു ജോഡി ഡ്രസ്സ് നിർബന്ധമായിട്ടും കയ്യിൽ കരുതിയിരിക്കണം. അപ്പം
ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് എഴുതിയ ശേഷം നമുക്ക് വീണ്ടും കാണാം. നമുക്ക് ആദ്യം തന്നെ നമ്മൾ കഴുകി വെച്ച കൂണൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയിടുക. നമ്മളിവിടെ കഴുകിയ കൂണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. അതോടെ നമുക്ക് മാറ്റി വെക്കാം. ഇനിയാണ് നമുക്ക് കുക്ക് ചെയ്യാനുള്ളത്. ഞാനിവിടെ അതിന് വേണ്ട ചെറിയ ഉള്ളി, ഒരു 6 ഉള്ളി, ചെറിയ ഉള്ളി, താരതമ്യേന വലിപ്പമുള്ള ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വൈനാണ് കേട്ടോ. ഞാൻ പഴം കൊണ്ടുണ്ടാക്കിയതാണ്, നല്ല പൂവൻ പഴം കൊണ്ടുണ്ടാക്കിയ വൈനാണ്. അപ്പം ഇത് കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയിൽ വൈനിട്ട് നമ്മൾ വെച്ചതേ ഉള്ളൂ. പിന്നെ അത് ഓപ്പൺ ചെയ്യുന്ന കാര്യം പിന്നീട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 14 ദിവസം കഴിഞ്ഞ് 14 3 ആഴ്ച 21 ദിവസം കഴിഞ്ഞിട്ട് ഇത് എടുത്തതിന് ശേഷം നമ്മൾ തെളി ഊറ്റി അതായത് ഒരു 3 ദിവസത്തേക്ക് തെളി ഊറ്റി എടുക്കുക. ഒരു ദിവസം ഊറ്റി വേറൊരു കുപ്പിയിലോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ തെളി ഊറി വന്നതിന് ശേഷം പിന്നീട് മറ്റൊരു ദിവസം വേറൊരു കുപ്പിയിൽ മാറ്റി, അങ്ങനെ 3 ദിവസമെങ്കിലും തെളി ഊറ്റി നല്ല രീതിയിൽ തെളിഞ്ഞ് വരുന്നവരെ നിങ്ങൾ വൈന് നല്ല രീതിയിൽ തെളി ഊറ്റി എടുക്കുക. ഓരോ ദിവസം തെളി ഊറ്റുമ്പോഴും അതിനകത്തോട്ട് ഓരോ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് ഈസ്റ്റിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് മൊത്തം മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏകദേശം ഞാനത് അന്ന് ഉപയോഗിച്ചതാണ് ഡിസംബറിൽ. പിന്നീട് ആ കാര്യം അങ്ങ് മറന്നുപോയി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇത് ഏകദേശം ഒരു ഡിസംബറിൽ വെച്ചാണ്, കുറച്ച് പഴക്കം വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വൈന് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഞാൻ ഈ കയറൊരു ലുക്കിന് വേണ്ടി ചുറ്റിയതാണ് കേട്ടോ. കളറുള്ള കുപ്പികളിൽ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ചില്ല് കളറില്ലാത്ത പ്ലെയിൻ കുപ്പികളാണെങ്കിൽ കുറച്ച് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് വയ്ക്കുക. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. വൈൻ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കഴിച്ചിരിക്കണം. ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ട. പിന്നെ ഇത് കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു 30-40 മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ചെറിയൊരളവ് മാത്രം, അത് മാത്രം മതി. ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളടുത്ത് കടുകുണ്ട്. കടുകൊക്കെ ചെറിയ കുപ്പികളിൽ, ഇത് ചെറിയ ഈസ്റ്റിൻ്റെ കുപ്പിയാണ്, ഇതൊക്കെ മതി. ആദ്യം കുറച്ച് കടുകിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കറുവയുടെ ഒരു ഇല എടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട, ഒരു 2 ചെറിയ പീസ് മതി, ഒരാളല്ലേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി, ഒരു 3/4 സ്പൂണോളം മുളക് പൊടിയാണ് ഇട്ടത്. അതേപോലെ മല്ലിപ്പൊടി. ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല കുറച്ച് 1 സ്പൂണോളം ഇട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുരുമുളക് പൊടി ഒരു 3/4 സ്പൂൺ അത് ഇടുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ച് കൂടുതലാണ് ഇടുന്നത് കേട്ടോ. സോസ് ഒഴിച്ച് കൊടുക്കാം. ഇത് കെച്ചപ്പല്ല, സോസാണ്. നമ്മൾ തക്കാളി
ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി അങ്ങ് മുറിച്ചിട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കൂണ് നല്ലൊരു തിള വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ആ സമയത്തിന് ഞാനിവിടെ നമ്മുടെ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, പച്ചരി, റേഷനരി, ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന് ഒഴിക്കേണ്ട വെള്ളം എത്ര അരി എടുത്തോ അതിൻ്റെ ഡബിളായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ. ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലപോലെ കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ചോറ് അടിപൊളിയായിട്ടുണ്ട്. വെള്ളം കൂടുതലാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി വിട്ടിട്ട് ഒന്ന് തുറന്ന് വെച്ചാൽ മതി, നല്ല ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്കിത് കഴിക്കാനുള്ള നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഭയങ്കര ചൂട്. പ്രാണിശല്യം ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല കൂണിൻ്റെ അതേ കൂണ് നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നമുക്ക് കറി വെക്കാൻ പറ്റും. വെജ് കറി വെക്കുന്ന പോലെയോ നോൺ വെജ് കറി വെക്കുന്ന പോലെയോ എങ്ങനെ വെച്ചാലും അതിന് സെറ്റാവും കൂണ്. അപ്പം ഈ വർഷം ആദ്യമായിട്ട് കിട്ടുന്ന കൂണും കൂടിയാണ്. അപ്പം ഞാനത് തീർത്തിട്ട് വരാം. അപ്പം ഇതൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഒരു ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങുക. ഞാൻ ആദ്യം ഒരെണ്ണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് ഊതി വീർപ്പിച്ച് കിടക്കുമ്പോൾ ഒക്കെ ഓക്കെ, കിടന്ന് നേരം വെളുക്കാറാകുമ്പം ഈ സംഭവം കാണത്തില്ല. ഇത് മൊത്തം ലീക്കായിട്ട് നമ്മുടെ തല നിലത്ത് തന്നെ ഇരിപ്പുണ്ടാവും. അപ്പം ഇതൊക്കെ നല്ലതൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങി വെച്ചോളുക. അപ്പം നല്ല പ്രാണിശല്യമുണ്ട്. ഞാൻ ഇരുട്ടായി വന്നപ്പോഴേക്കും കുറച്ച് ഇത് ഓഫ് ചെയ്ത് ഇട്ടതായിരുന്നു. എന്നാലും ഇന്ന് മഴയില്ലാത്ത കാരണം നല്ല രീതിയിൽ പ്രാണിയുടെ ശല്യമുണ്ട്. പിന്നെ നിങ്ങൾ പോകുമ്പം ഇവിടെ ഞാൻ മാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. യോഗ മാറ്റാണ്, റബ്ബറിൻ്റെ യോഗ മാറ്റാണ്. അതേപോലെ തന്നെ ഇന്ന് അധികം തണുപ്പൊന്നും ഇല്ലാത്ത കാരണം സാധാരണ ബെഡ്ഷീറ്റാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ യാത്രകളൊക്കെ പോകുമ്പം എല്ലാം കരുതിക്കൂട്ടി വരിക. അപ്പം നമ്മളെന്തായാലും നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ കൂൺ ബിരിയാണി വെച്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവരും കുക്കിംഗ് ഒക്കെ പഠിക്കുക. യാത്രകൾ പോകുന്ന പ്രത്യേകിച്ച് ആൾക്കാരെല്ലാം, ഇപ്പോൾ പിള്ളേരാണെങ്കിൽ കൂടി എല്ലാവരും കുക്കിംഗ് ഒക്കെ പഠിച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ നോക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം അതുമല്ല, നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് നല്ല ചൂടോടുകൂടി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു രസമാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.